ഹായ്, UK പോളാർ ബിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ വിശ്വസിക്കണം. ലണ്ടനിൽ നിന്ന് 1.5 മണിക്കൂർ ട്രെയിൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എത്താം ഈ സ്ഥലത്തേക്ക്. ഇവിടെ പോളാർ ബിയേഴ്സ് മാത്രമല്ല, ആർട്ടിക് ഫോസസ്, സീബ്രാസ്, അങ്ങനെ ഒട്ടനവധി മൃഗങ്ങളും ഇവിടെയുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് ഫുഡ്, ഡ്രിങ്ക്സ്, അതിന് കഫേസും കഫറ്റേരിയാസും ഒക്കെ അവൈലബിൾ ആണ്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജിമ്മീസ് ഫാമിലാണ്. UK തന്നെ പോളാർ ബിയേഴ്സിനെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയ ഒരേ ഒരു ഫാം എന്ന് പറയുന്നത് ജിമ്മീസ് ഫാം ആണ്. ഇത് എപ്സ്വിച്ചിനടുത്ത് ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സമ്മർ ആണെങ്കിലും നല്ല മഴയുള്ള ദിവസമായിരുന്നു. മഴയാണെങ്കിലും ജിമ്മീസ് ഫാമിലേക്ക് പോകാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. യൂറോപ്പിലെ തന്നെ ലാർജസ്റ്റ് പോളാർ ബിയർ റിസർവ് ഉള്ളത് ഈ ജിമ്മീസ് ഫാമിലാണ്. സമ്മറിൻ്റെ ചൂട് കാരണം പോളാർ ബിയേഴ്സ് പോളാർ ബിയർ ഹൗസിൽ തന്നെ ആയിരിക്കും എന്ന് പേടിക്കേണ്ട. എപ്സ്വിച്ച് സ്റ്റേഷനിൽ നിന്ന് ഊബർ എടുത്താണ് ഞങ്ങൾ ഫാമിലെത്തിയത്. ടിക്കറ്റൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിരുന്നു. ഇവിടെ വന്നാലും ടിക്കറ്റ് എടുക്കാൻ കേട്ടോ. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. കൂടാതെ ഇവിടെ ഒരു ഓർച്ചാർഡ് ഗാർഡൻ സെൻറ്ററും ഉണ്ട്. ഇവിടെ ഒരുപാട് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സും സീഡ്സും അവൈലബിൾ ആണ്. ഈ ഓർച്ചാർഡ് ഗാർഡൻ സെൻറ്ററിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് വേണ്ട കേട്ടോ. ഓൾ ഡേ 10 AM തൊട്ട് 5 PM വരെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഈ ഓർച്ചാർഡ് ഗാർഡൻ സെൻറ്ററിൽ കയറാൻ വേണ്ടിയിട്ട് വൈൽഡ് ലൈഫ് പാർക്കിൻ്റെ ടിക്കറ്റ് ആവശ്യമില്ല. മാത്രമല്ല ഇവിടെ ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള കമ്പോസ്റ്റും പോട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. ഈ ഓർച്ചാർഡ് ഗാർഡൻ സെൻറ്ററിൽ നിന്ന് ഞാൻ നേരെ ഇറങ്ങി വന്നത് ഒരു ആപ്പിൾ ഫാമിലേക്കായിരുന്നു. ഈ ഫാമിനുള്ളിൽ ഫുൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ആപ്പിളും വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സും ഒക്കെ കാണാം. കൂടാതെ ഒരു ഗാർഡനും ഇവിടെയുണ്ട്. അവിടുന്ന് ഞാൻ നേരെ നടന്ന ടിക്കറ്റ് കൗണ്ടറിലേക്കാട്ടോ. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്ന വഴി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പലതരത്തിലുള്ള ആപ്പിൾ, ചെറിയ മരങ്ങൾ കൊണ്ടാണ്. തിരക്കുള്ളപ്പോൾ ക്യൂ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് ഈ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായത് ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോഴാണ്. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയ QR കോഡും കാണിച്ച് എൻട്രി ടിക്കറ്റ് വാങ്ങിച്ചു. ആനിമൽസിന് ഫീഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ ഫുഡ് പാക്കറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഞാനും ഒരു ഫുഡ് പാക്കറ്റ് വാങ്ങി. അങ്ങനെ ആ ഫുഡ് പാക്കറ്റും വാങ്ങി ഇറങ്ങി വന്നപ്പോഴാണ് ഈ ബോർഡ് കാണുന്നത്. രാവിലെ 10 ഫാമിൽ കയറിയാൽ 4 വരെ എങ്ങനെ കറക്റ്റായി ഫാമിൽ സ്പെൻഡ് ചെയ്യണമെന്നാണ് സ്റ്റോംബ്രെയിൽ പറയുന്നത്. ഞാനിതൊന്നും പാലിക്കില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റേതായ ഒരു വഴിയിലാണ് തുടങ്ങി. ഈ ഫാമിൽ റെയർ ബ്രീഡ്സിൽ വരുന്ന ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു റെയർ ബ്രീഡിൽ വരുന്ന ഒരു ഷീപ്പാണ് ഡെവോൺ ക്ലോസ് വൂൾ ഷീപ്പ് എന്ന് പറയുന്ന ഈ ഷീപ്പ്. ഇത് ഇംഗ്ലണ്ടിലെ ഒരു നേറ്റീവ് ബ്രീഡാണ്. അങ്ങനെ ഷീപ്പിനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇന്ത്യൻ പീഫൗൾ അല്ലെങ്കിൽ ഇന്ത്യൻ പീകോക്ക് എന്നറിയപ്പെടുന്ന മയിലിനെ കാണുന്നത്. ഇവിടെ കുറേ മയിലുകളുണ്ട് കേട്ടോ. ഇവരെ കൊണ്ടുവന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഈ ഫാമിൻ്റെ പല ഏരിയാസിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയാസും ബൗൺസി പില്ലോസും ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത് സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന റേ എന്ന് പറഞ്ഞൊരു ബേർഡാണ്. ഇതിന് സൗത്ത് അമേരിക്കൻ ഓസ്ട്രിച്ച് എന്നും അറിയപ്പെടാറുണ്ട്. ഇത് ഓസ്ട്രിച്ചിനെയും എമൂനെയും പോലെ ഒരു സിമിലാർ ലുക്കുള്ള ഒരു ബേർഡാണ് കേട്ടോ. ഈ ഗ്ലാസ് ഹൗസിൽ കാണുന്നത് സാധാ ചിക്കനാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇത് ഇംഗ്ലണ്ടിലെ റെയർ ബ്രീഡിൽ വരുന്ന ബഫ് ഓപ്പിംഗ്ടൺ ചിക്കനാണ് കേട്ടോ.
ഫിഷിംഗ് ഇഷ്ടമുള്ളവർക്ക് ഫിഷിംഗ് വിത്ത് ഡോളി എന്ന പ്രോഗ്രാം നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഫിഷിങ്ങിനാണ് എത്തുന്നതെങ്കിൽ നേരത്തെ ഇവിടെ വിളിച്ച് എൻക്വയറി ചെയ്തിട്ട് വേണം വരാൻ. കാരണം എല്ലാ ദിവസവും ഫിഷിംഗ് ഇവിടെ അവൈലബിൾ അല്ലായിരിക്കും. ഇവിടെ ബ്ലാക്ക് സ്വാൻ, എമു, ഗ്രേലക് ഗീസ്, ഇന്ത്യൻ പീകോക്ക്, മാൻഡ്രൈൻ ഡക്ക്, മസ്കോവി ഡക്ക്, റെഡ് ബ്രസ്റ്റഡ് ഗീസ്, റെഡ് ഫൂഡി, റയ, അങ്ങനെ പലതരം പക്ഷികളുണ്ട്. കാണാൻ നല്ല ക്യൂട്ട് ലുക്കുള്ള ഈ ആനിമലാണ് സ്ലെൻഡർ ടെയിൽഡ് മീർക്യാറ്റ്. ഇത് സൗത്ത് ആഫ്രിക്കയിലെ അങ്കോള, ബോട്സ്വാന, നമീബിയയിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ആഫ്രിക്കൻ ടോർട്ടോസ്. ഇത് UK തന്നെ കാണപ്പെടുന്ന കോമൺ ഡോങ്കീസ് ആണ്. ആനിമൽസിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ഹാൻഡ് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ഫീഡ് ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ ബൈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഫാമിൽ കയറി വഴി തെറ്റിപ്പോയി എന്നോർത്ത് ആരും പേടിക്കേണ്ട. ഓരോ ആനിമൽസിൻ്റെയും ഹബിറ്റാറ്റ് ലൊക്കേഷനുള്ള മാപ്പുകൾ പല ഏരിയാസിലായിട്ട് ഈ ഫാമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന എലാൻറ്റാണ്. പശുവിൻ്റെ ലുക്കുണ്ടെങ്കിലും ഇത് ഡിയറിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. വേൾഡ്സ് ലാർജസ്റ്റ് ആൻറ്റലോപ്പ് എന്നറിയപ്പെടുന്നത് എലാൻറ്റാണ്. ഇതിന് ചാടാൻ കഴിയും. ഇത് ഗോൾഡൻ ഗുർണസ് ഇനത്തിൽപ്പെടുന്ന ഒരു ഗോട്ടാണ്. ഈ ഗോട്ട് മാത്രമല്ല ഇവിടെ ഉള്ളത്, ബഗോട്ട് ഗോഡ്, പിന്നെ കൗൻ്റെ വെറൈറ്റിയിൽ വരുന്ന ബ്രിട്ടീഷ് വൈറ്റ് കൗ, ഹൈലാൻഡ് കൗ, പിന്നെ നമ്മുടെ ഇന്ത്യൻ കൗ വരെ ഇവിടെയുണ്ട്. ഈ ഹാബിറ്റാറ്റുകൾ മങ്കീസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ബാർബറി മക്കാക്കുകളുടേതാണ്. ഇതറിയപ്പെടുന്നത് ഓൾഡ് വേൾഡ് മങ്കീസ് എന്നാണ്. ഇത് ആഫ്രിക്ക, ഏഷ്യ, പിന്നെ യൂറോപ്പിലും കാണപ്പെടുന്ന മങ്കീസാണ്. സൗത്ത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന പ്ലെയിൻ സീബ്രാസിൻ്റെ സബ് സ്പീഷീസിൽ വരുന്ന ഗ്രാൻഡ് സീബ്രാസ് ആണിത്. ഇത് നോർമൽ സീബ്രാസിനെക്കാട്ടിലും ചെറിയ സൈസായിരിക്കും. അങ്ങനെ ഫാമിലെ കാഴ്ചകളൊക്കെ കണ്ട് ലാസ്റ്റ് ഞാൻ ദ ലോസ്റ്റ് ലാൻഡ് ഓഫ് ടൻഡ്രയിലെത്തി. ഇവിടെ പോളാർ ബിയേഴ്സ് മാത്രമല്ല കേട്ടോ, ആർട്ടിക് വൂൾഫ്സ്, ആർട്ടിക് ഫോക്സസ് ആൻഡ് റെയിൻഡിയേഴ്സും ഉണ്ട്. ഇവരുടെ ഹാബിറ്റാറ്റ് നോർത്തേൺ കാനഡ റീജിയനിലെ സ്പ്രിങ് ആൻഡ് സമ്മർ മന്ത്സ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഹാബിറ്റാറ്റാണ് ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്രാസി ലാൻഡ്സ്, നാച്ചുറൽ സ്പ്രിങ്സ്, ലേക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വുഡ് ലാൻഡ് റീജിയൻസ് ആണ് ഇവരുടെ ഹാബിറ്റാറ്റായിട്ട് ഇവരുടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ മൊത്തം 4 പോളാർ ബിയേഴ്സ് ആണുള്ളത്: ഈവ, ഫ്ലോക്കി, ടാല ആൻഡ് ഹോപ്പ്. ഈവയും ഹോപ്പും സ്വീഡനിലുള്ള ഒരു സൂയിൽ നിന്നാണ് ജിമ്മീസ് ഫാമിലേക്ക് എത്തുന്നത്. 2022 സ്വീഡനിലുള്ള ഓസ പിഡക്ടർ പാർക്ക് ക്ലോസ് ചെയ്തപ്പോൾ ഈവ ജിമ്മീസ് ഫാമിൽ ജോയിൻ ചെയ്തു. പിന്നീടാണ് ഹോപ്പ് ജിമ്മീസ് ഫാമിലേക്ക് എത്തുന്നത്. ഫ്ലോക്കിയും ടാലയും യോർക്ക്ഷയറിലുള്ള യോർക്ക്ഷയർ വൈൽഡ് ലൈഫ് പാർക്കിൽ നിന്നാണ് ജിമ്മീസ് ഫാമിലേക്ക് ജോയിൻ ചെയ്തത്. ഇവിടെ പോളാർ ബിയേഴ്സിന് വേണ്ടിയിട്ട് 5 acres ഓഫ് മാഗ്നിഫിഷ്യൻ വുഡ്ലാൻഡാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവരുടെ നാച്ചുറൽ ബിഹേവിയർ ഡിസ്പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ ഇവരുടെ ബോഡി ടെമ്പറേച്ചർ കൂൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും.
ഇവിടെ പോളാർ ബിയേഴ്സിന് വേണ്ടിയിട്ട് ഒരു പോളാർ ബിയർ ഹൗസ് ഇവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. 2023 ഈ പോളാർ ബിയർ ഹൗസ് ഇവിടെ ബിൽഡ് ചെയ്യുന്നത്. നല്ല എയർ ഫ്ലോ കിട്ടാനും ബിയേഴ്സിനെ ഇതിൻ്റെ ഉള്ളിൽ കൂളായിട്ട് നിർത്താനും വേണ്ടിയിട്ട് വുഡൻ സ്ലാട്ട് വെച്ചിട്ടാണ് ഈ ബിൽഡിങ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് ലാർജ് മെറ്റൽ എൻക്ലോഷേഴ്സും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവർക്ക് കെയറിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ റേഞ്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിയറിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റൽ എൻക്ലോഷേഴ്സും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പോളാർ ബിയേഴ്സിൻ്റെ ഹബിറ്റാറ്റിൻ്റെ ബാക്കിലായിട്ട് ആർട്ടിക് ഫോക്സസും ഉണ്ട്. അതൊരു 12 ആർട്ടിക് ഫോക്സസ് ഉണ്ട്. പക്ഷെ മഴയായിരുന്നത് കൊണ്ടാവാം അതിനെയൊന്നും വെളിയിൽ കണ്ടില്ല കേട്ടോ. മാത്രമല്ല, വുഡ്ലാൻഡ്സിലൂടെ നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവർ വാക്കിംഗ് ഏരിയാസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നോർത്തേൺ അമേരിക്കയിൽ കാണപ്പെടുന്ന ഗനാക്കയാണ്. ഒട്ടകത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഈ ഗനാക്കോ 20 വർഷം വരെ ഇതിന് ലൈഫ് സ്പാൻ ഉണ്ട്. ഈ ബൊറാൻ്റെ ഉള്ളിൽ കാണുന്നത് സൗത്ത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന 6 ബാൻഡഡ് അർമാൻഡലോസ് ആണ്. ഇത് സെൻട്രൽ ഏഷ്യയിലെ മംഗോള ഡെസേർട്ടിൽ കാണപ്പെടുന്ന ബാക്ടീരിയൻ ക്യാമൽസ് ആണ്. കോമൺ ക്യാമൽസിന് ഒരു ഹമ്പാണെങ്കിൽ ഈ ബാക്ടീരിയൻ ക്യാമൽസിന് 2 ഹമ്പാണ് അവരുടെ ബോഡിയിലുള്ളത്. അങ്ങനെ 1 ഡേ ഞാൻ ജിമ്മീസ് ഫാമിൽ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് ഞാൻ നേരെ ചെല്ലുന്നത് ഇവരുടെ ഫാം ഹൗസിൻ്റെ ഫാം ഷോപ്പിലേക്കായിരുന്നു. ഈ ഫാം ഹൗസിൻ്റെ ഇൻറ്റീരിയർ അടിപൊളിയായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, ഈ ഫാം ഹൗസിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കുക്കീസ്, പല വെറൈറ്റീസ് ഓഫ് ബ്രെഡ്സ്, പിക്കിൾസ്, ജാംസ് ഒക്കെ അവൈലബിൾ ആണ്. ഫുഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, കീ ചെയിന്, ബുക്സ്, പെൻസ്, പെൻസിൽ, അങ്ങനെ പലതും ഈ ഫാം ഹൗസിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഫാം ഹൗസിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ടത് കഫേസിൻ്റെ ഫ്രണ്ടിലൂടെ മയിൽ നടക്കുന്നതാണ്. അങ്ങനെ 1 ഡേ ഫുള്ള് ഞാൻ ഈ ഫാമിൽ സ്പെൻഡ് ചെയ്തു. ടൈം പോയതേ അറിയുന്നുണ്ടായിരുന്നില്ല. ഈ ആനിമൽസിനെ കാണാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനും ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ബുക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആനിമൽസിനെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതുമാണ്. ഇങ്ങനത്തെ ട്രാവൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ.